അടുത്ത മഴ വരുന്നതിന്റെ ഞങ്ങളൊന്ന് അടിപൊളി വെച്ചാൽ കഴിക്കാലോ. നല്ല മഴ പെയ്യുന്നുണ്ട്. ഓനെ നോക്കാൻ കേട്ടോ, പലയിടത്ത് കുളിച്ചു കുട്ടപ്പന്മാരായോ? എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഇന്ന് ഞങ്ങൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. രാവിലെ മുതൽ ഇപ്പൊ വൈകുന്നേരമായിട്ട് ഞങ്ങൾ ഉറങ്ങിയൊക്കെ നീച്ച്. ഇവിടെ ഭയങ്കര മഴ ഉണ്ട്. ഇപ്പൊ നമ്മൾ പപ്പൂച്ച് ഇരിക്കുന്നുണ്ട് കേട്ടോ. പപ്പൂച്ച് നോക്കിക്കോ, പോനാ നല്ല ഉറക്കത്തിലിരുന്നിട്ട്. അപ്പൊ ഇക്ക പറഞ്ഞ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, മഴ അതിന്റെ മഴവെള്ളം ഇങ്ങനെ തെറിക്കുള്ളൂ എന്നൊക്കെ. എനിക്ക് പിന്നെ പുതിയായിട്ട് കൊടുക്കാട്ടോ അല്ലേ പപ്പൂച്ചേ? പപ്പൂച്ച് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇക്കാൻ്റെ ബിരിയാണിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പി അതൊക്കെ ഇക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. എത്രമാത്രം നന്നായിന്ന് എനിക്കറിയില്ല, അത് എഡിറ്റ് ചെയ്യുമ്പോഴേ അറിയുള്ളൂ. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ കണ്ടിട്ടൊന്ന് വായോ. അപ്പോഴത്തേന് ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്നത്തെയും പോലെ ഇന്നും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. അപ്പോൾ എനിക്ക് തോന്നി ഇന്നൊരു വ്ളോഗ് ചെയ്യാം കേട്ടോ. ഇത് ഇക്കടെ ബീഫ് ബിരിയാണി ഒക്കെ ആയിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. എന്താവും എന്താണെന്നൊന്നും അറിയില്ല, ഇൻഷാ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ഇന്ന് നാൻ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നാൻ ഉണ്ടാക്കാനുള്ള ടൈമൊന്നുമില്ല, എക്സ്ക്യൂസ്. അപ്പോൾ ഇന്ന് ഞാൻ വേഗം ഒപ്പിക്കൽസാണ്, മൈദപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. മൈദ കൊണ്ടുള്ള ദോശയും പിന്നെ മുട്ടക്കറി ഉണ്ടാക്കാമെന്നാണ് പ്ലാന്. അപ്പോൾ ഞാനതൊക്കെ വേഗം ഉണ്ടാക്കട്ടെ കേട്ടോ. ഷെഫ് മോനെ ഏൽപ്പിച്ചിട്ട് ഇറച്ചി വാങ്ങിക്കാൻ പറഞ്ഞേക്കട്ടെ. ഒന്നിച്ചിട്ട് അവിടെ തന്നെ കിടന്നൊക്കെയാണ്. ഷെഫ് മോനെ, ഷെഫ് മോനെ കിട്ടോ, ഇറച്ചി വാങ്ങിക്കണം. പപ്പൂച്ചുണ്ടോ ഇവിടെ? ഷെഫ് മോന് പപ്പൂച്ചിനൊക്കെ പിടിച്ച് ഉറങ്ങുന്നുണ്ട് കേട്ടോ ഇവിടെ. ഞാൻ ഓനെടുക്കട്ടെ. നമുക്ക് വീഡിയോ ഒക്കെ ഉണ്ടടാ. അമ്മാമ്മക്ക് വേണ്ടേ? അല്ല പച്ചുവനാമ്പുലാനായിട്ടില്ലോ അല്ലേ മോനെ. ഇതിന് തീറ്റയും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്ക്. അവിടെ തന്നെ കേട്ടോ ഇപ്പൊ യൂസ് ചെയ്യുന്ന അധികം. മോനെ ഈ ചായപ്പാത്രം എടുത്തിട്ട് വാ. തീറ്റയും കൂടെയൊക്കെ കഴിഞ്ഞ് കിടക്കുക. പൂച്ച് ബാലൻസ് കൊടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. മസിലുകൊണ്ട് നിൽക്കുകയും ചെയ്യണേ. എവിടെ ഓനെ നോക്കാൻ കേട്ടോ, പലയിടത്തും മിക്ക അത്ര പ്രതീക്ഷിച്ചിട്ടില്ല അല്ലേ? അപ്പൊ രണ്ടാം സമാസമ ഞാൻ അത്രക്കണക്ക് പവറുണ്ടോ ഞാൻ കണ്ടിട്ടില്ലേ. സംഗതി അങ്ങനെയാണ്. എവിടെ ബാലൻസ് ഒന്നും കൊടുക്കുന്നോ. 1 2 3 ഓക്കെ. ഗോഡ് ഗോഡ് ആരോഗ്യമാണ് നമ്മൾ സമ്മതിച്ചു. തോറ്റോട്ട് നമ്മൾ അംഗീകരിച്ചു. നമ്മൾ അംഗീകരിച്ചു. എനിക്ക് ആരോഗ്യമില്ലാതെ അപ്പൊ പങ്ക്
പപ്പൂച്ചിനെ ഭയങ്കര ആരോഗ്യം. അതഞ്ഞ് മതി. തോറ്റ് ഇനി അധികം വാദങ്ങളൊന്നും വേണ്ട. തോറ്റുകൂടെ സംഭവിച്ചാലേ അത് വലിയൊരു പവറില്ലാത്തവർക്ക് ഉണ്ടാകണത് പവറാ. കാണിച്ച അത്ര പെട്ടെന്ന് ചിഹ്നം തോൽപ്പിക്കുന്നു ഞാനും എത്തിയിട്ടില്ല. പെട്ടെന്ന് തോൽപ്പിക്കുന്നു വിചാരിച്ചിട്ടില്ല. എല്ലാരും വീഡിയോയില് പറയുന്നുണ്ട് ഷെഫ്മോനക്ക് ഒരു അനിയത്തി ഉണ്ടായെങ്കിൽ എല്ലാം കളിപ്പിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഷെഫ്മോനക്ക് എങ്ങനെ അനിയത്തിയുള്ള നോക്കാതൊക്കെ അറിയാം. ഇത് പെണ്ണാണ് കേട്ടോ എല്ലാരും വിചാരം. 100 കൂട്ടം പണികളുണ്ട് മക്കളെ. ക്ലീനിങ്ങും. ചാനൽ ആദ്യമായിട്ട് കാണാറ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തണം. ഈ ക്ലീനിങ് ഉണ്ട്, ഇക്കാന്റെ ബിരിയാണി ഉണ്ട്. ലക്ക പപ്പൂച്ചേ റൂമൊക്കെ ക്ലീൻ ആക്കിക്കാ. മൂരിക്കുട്ടൻ അത്ര. ഇതാണ് അപ്പി ട്രേ വാങ്ങിച്ചിട്ടില്ല തൽക്കാലം. ഇവിടെ ഉള്ള ഒരു ട്രേ ഒപ്പിച്ചതാ. ക്ലീൻ ആക്കി കൂടെ. ബീഫ് കഴുകിയിട്ട് എന്തൊക്കെ ഇട്ടിക്ക? അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, കുറച്ച് മല്ലിപ്പൊടി ഇട്ടു, കുറച്ച് കൂടുതൽ കുരുമുളക് പൊടി, ഇത്ര കൂടുതൽ വേണേ. ഉപ്പ് ഇട്ടു. നല്ല കൈ കൊണ്ട് നല്ല തൈരുണ്ടാക്കി. തൈരിപ്പ തന്നെ ഉണ്ടാക്കുക. ഞാൻ ലാസ്റ്റ് ഉണ്ടാക്ക തൈര്. അസൽ തൈര്. എരിവുണ്ടായിരുന്നില്ല കുറച്ച്. നിങ്ങളതൊക്കെ കട്ട് ചെയ്യും. ഞാന് പോയിട്ട് ക്ലീൻ ചെയ്യട്ടെ കേട്ടോ. ഉള്ളി കിട്ടോ? അപ്പത്തെ കാണാല്ലോ. ഞാൻ പോകും. ക്ലീൻ ചെയ്യാനുണ്ട് കായ പാട്ട് വെച്ചേരാം. കേക്കോ? ഇപ്പൊ ചായ കുടിച്ചിട്ടില്ല. അപ്പത്തിന് എനിക്ക് വിശന്നോ? ഷെഫ്മോൻ തന്നെ കേക്ക് മുഴുവൻ തിന്നു തീർത്തു. ഇനി ഒരു കുഞ്ഞു പീസ് അപ്പുറത്തെ കുട്ടിക്ക് കൊടുക്കണം. കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നില്ലേ തസ്ലിന്റെ കേക്ക് നല്ല അടിപൊളി കേക്കാട്ടോ. നല്ല ടേസ്റ്റിന് ഷെഫ്മോനക്ക് നല്ല ഇഷ്ടപ്പെട്ടിരിക്കണം. ഞാൻ അപ്പൊ വേണ്ടവരൊക്കെ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാട്ടോ. ചെറിയ ഗ്യാപ്പ് കൂടി വന്നു. ഉള്ളി
കാണുന്നുണ്ടോ? സ്പെഷ്യലാണ്. വിഗ് വെച്ചിക്കണോ ചോദിച്ചിരുന്നു കേട്ടോ. ഇല്ലല്ല, അത് ഒറിജിനൽ മുടിയാണ്. പഠിച്ച് കാണിച്ചു കൊടുക്കുക. നമ്മളെ വയറിനങ്ങൾ കുറ്റം പറഞ്ഞു, പക്ഷെ മുടിനെ ഞാൻ കുറ്റം പറയാൻ സമ്മതിക്കൂല. അതായിരിക്കും നമ്മള് ഭാഗ്യവാനാ. നമ്മളെ പല താളവില്ലാണ്. അതാണ് ഇവിടെ ക്ലിപ്പുണ്ട്, പക്ഷെ അത് ഒളിപ്പിച്ച് വെച്ച് നല്ല വില കൂടിയതാവുക കാരണേ ക്ലിപ്പൊന്നും കാണൂല കേട്ടോ. അത് വെഗാണ്. അങ്ങനെ പറഞ്ഞ പോലെ തെറ്റിദ്ധരിപ്പിട്ടില്ലേ? കുട്ടീനോട് അടുക്കളയ്ക്ക് പ്രവേശനം കൈ കഴുകിയിട്ട് വയ കേക്കൊന്നും കൊണ്ടേ കൊടുക്കും. വെള്ളം വെച്ചു അതിക്ക് പട്ട ഏലക്കായ കിട്ടൂലേ? വെച്ചിട്ട് ഊറ്റിയാണ് അല്ലേ. അപ്പൊ ഇതിങ്ങനെ ഒട്ടിച്ചാൽ എങ്ങനെ തുറക്കുക എന്ന് പറഞ്ഞു കേട്ടോ. അതെന്തെന്നറിയോ, നമ്മള് ഇതിന്മേലാണ് ആണി അടിച്ച് ഉറപ്പിക്കണേ. ഇത് നമ്മൾ ഇതിന്മേലല്ലേ പിടിപ്പിക്കണേ. പിന്നെന്താ അപ്പൊ ഇതിങ്ങനെ തന്നെ ഇങ്ങനെ തുറക്കന്നെ. നാരങ്ങയ്ക്ക് ഇക്ക ഇപ്രാവശ്യം വന്നപ്പോ കൊടുന്നതാട്ടോ. പുതിയ തിഥിയാണല്ലേ. ഞാൻ ഇതൊന്നും ഉപയോഗിക്കില്ല. ഇക്കത് എന്തിനാ മേടിച്ചത്? സർവത്ത് കുടിക്കാനാ? പ്രസ്റ്റീജിന്റെ ഉണ്ടോ? അപ്പൊ അതിലിട്ടിട്ട് നാരങ്ങ നല്ല പിഴിഞ്ഞിട്ടില്ല. ബാക്കി കൊണ്ട് ഇക്ക നാരങ്ങ വെള്ളം ഉണ്ടാക്കി കേട്ടോ. സർബത്ത് നന്നായി സർബത്ത്. ഇക്ക നന്നായി സർബത്തിന്റെ ആളായിരിക്കും. മാത്രല്ല സഫ്മോനും. നല്ല മധുരം ഉണ്ട്. നമുക്ക് മസാല ഉണ്ടാക്കാം അല്ലേ? അടിച്ചു വാരിട്ടിട്ടുണ്ട്. അപ്പൊ ഇനി തുടക്കണം. ഇപ്പൊ എല്ലായിടത്തും തുടക്കണം കേട്ടോ. കാരണം പൂച്ച എല്ലായിടത്തും കൂടി പോകണതല്ല. വേണ്ടി കുഞ്ഞു കുഞ്ഞു രോമങ്ങളൊക്കെ ഉണ്ടെങ്കിലോ എന്ന് വെച്ചിട്ട്. മറ്റേ ഞാൻ കുറച്ച് ഇടയിലൊക്കെ ഇങ്ങനെ വഴിയിൽ മാത്രമേ തുടക്കുള്ളൂ. ഇവിടെ ആരും ചൂട്ടാലല്ലോ വെച്ചിട്ട്. ഇപ്പൊ ഇയാള് ചൂട്ടാളതുകൊണ്ടേ അപ്പൊ ഞാന് ക്യാമറ അവിടെ ഇക്കാലത്ത് ബിരിയാണിക്ക് സെറ്റ് ചെയ്ത് കൊടുക്കട്ടെ. പിന്നെ ഞങ്ങൾക്ക് ഇനി ഡ്രസ്സ് കാണിച്ചു തരാം കേട്ടോ. ഇനിയിപ്പൊ എല്ലാവരും ചോദിക്കും ഡ്രസ്സ് കാണിച്ചു തന്നില്ലല്ലോ. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് ഞാൻ കുറെ മുന്നേ തയ്ച്ചതേന്നു കേട്ടോ. അതാണ് ഞാൻ അപ്പൊ വീട്ടിലിടുന്നത്. ഇപ്പൊ പുറത്തൊക്കെ എന്തായാലും ഞാൻ പോകുമ്പോൾ ഇടൂല്ല. അപ്പൊ ഇതിന് ഇങ്ങനത്തെ ഈ ഒരു ബെൽ സ്ലീവ് ആണ്. അത് ഈ ഷോളിന്റെ ഒരു മെറ്റീരിയൽ കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സ്ലീവ് വെച്ചു. ഞാൻ പിന്നെ വേറെ ചുരിദാറില്ല പിങ്ക്. അതിമത്തെ ലൈസ് ബാലൻസ് വന്നപ്പോ അത് കൈയിന്റെ അറ്റത്ത് ഇങ്ങനെ വെച്ചു. ഇതിന്റെ കഴുത്ത് ഫുള്ള് ഇങ്ങനെ ലൈസ് വെച്ചിട്ടാട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു കഴുത്ത് ഞാൻ പിന്നെ തയ്ക്കുമ്പോ കാണിച്ചു. പലാസമാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇതിന്റെ അടിഭാഗം കണ്ടോ. ഞാനിത് ഉദ്ദേശിച്ചത് ഇത് രണ്ട് ഭാഗത്തും ഇങ്ങനെ കട്ടിങ് സൈഡിലേക്ക് കട്ടിങ് ആയിട്ടുള്ളതാണ് വിചാരിച്ചത്. പക്ഷെ തയ്ച്ചു വന്നപ്പോ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെയായി, ഈ ഒരു ഭാഗത്ത് നേരെ തിരിച്ചു ആയിട്ടു. അപ്പോ പിന്നെ ഞാനത് തുന്നഴിച്ച് ഇങ്ങോട്ട് ആക്കാൻ നിന്നില്ല. ഇങ്ങനെ ഒരു മോഡലായി. ഈ ഭാഗത്ത് കുറച്ച് ഇറങ്ങിയിട്ടും ഈ ഭാഗത്ത് കുറച്ച് കയറിയിട്ടും ഇങ്ങനെ ആയി. ഇപ്പൊ ഈ മുത്തുള്ള മോഡലൊന്നും ഇല്ലല്ലോ. അപ്പൊ എന്തായാലും പുറത്തേക്ക് ഇടൂല. അപ്പൊ പിന്നെ വീട്ടിലിടുക. പിന്നെ ഈ ഭാഗത്തെ ഈ മുത്തൊക്കെ ഞാൻ പറിച്ചു കളഞ്ഞതാട്ടോ. ഇങ്ങനെ ഇടാം സുഖത്തിന്. ഒരായി പറയൂ, ഒരായി പറയൂ. പിന്നെ തുടക്കട്ടെ ക്യാമറ. ഞാനവിടെ തുടക്കാൻ പോട്ടെ കേട്ടോ. പറയാനൊന്നുമില്ല, അതിപ്പോ എല്ലാവർക്കും അറിയണമെന്നാലും അല്ലെങ്കിൽ ചിലപ്പോ ചോദിക്കും ഇക്കാന്റെ ബിരിയാണി റെസിപ്പി കാണിക്കുമോ എന്നൊക്കെ. അങ്ങനെയൊക്കെ ഉണ്ടോ? അപ്പൊ പിന്നെ ആദ്യമേ ഞാൻ കാണിച്ചു കൊടുത്താൽ കുഴപ്പമില്ലല്ലോ. ഞെക്കി പീച്ചി ഇട്ടു. മലപ്പുറം ഭാഷയാണേ. മതിയോ? നമുക്ക് ഉള്ളി ഇടാം. ഇതിൽ 2 ഉള്ളി കേട്ടോ. നമുക്ക് ലേശം ഇഞ്ചി ഇടാം. അല്ല, ഇതിന്റെ പച്ചവാസന പോകുന്നവരെ എന്നൊക്കെ പറയണോക്കേ. അതൊന്നും പറയണ്ട. അപ്പൊ എനിക്കറിയില്ലേ, ഇത് നല്ല ഉസാറായി കറജ വിചാരിച്ച മാതിരിയല്ല. ഗൾഫിലെ വപ്പാണത്. കുറച്ച് ഇഞ്ചി അല്ല വെളുത്തുള്ളി, പച്ചമുളകും അതിനോടൊപ്പം തന്നെ ആഡ് ചെയ്യാം. കുഴപ്പമില്ല. കുറച്ച് തക്കാളി ഇടാം.
ഇട്ടാല് കുറച്ച് മഞ്ഞൾപ്പൊടി, ലേശം മല്ലിപ്പൊടി. എല്ലാവരും ഒന്നും മല്ലിപ്പൊടി ഇടലെല്ലാം കൊണ്ടിട്ടോ ബിരിയാണി വെക്കുമ്പോൾ, പക്ഷെ നമ്മളിടും. അപ്പം ഇനി നമുക്ക് നമ്മളെ ബീഫ് ഇടാം. ബീഫ് നന്നായി വെന്തിക്കണുണ്ടോ, നല്ല അടിപൊളിയായിട്ട് വെന്തിക്കണം. നല്ലോണം മസാലയൊക്കെ പിടിച്ച് ഇതിഞ്ഞ് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് വെള്ളം എന്തായി നോക്കാം. വെള്ളം തിളച്ചിക്കും. അരിയിടാം. അപ്പോൾ നമ്മൾ ഈ പാത്രത്തിലാണ് ഇനി ദമ്മിടാൻ പോണത്. ഇനി നമുക്ക് 2 ലെയറായിട്ടാണ് നമ്മൾ ഇടുന്നത്. ഗരം മസാല കുറച്ച് പൂസാം, ഉള്ളി വെച്ച എണ്ണ കുറച്ച്, kg ഇട്ട് കൊടുക്കാം. നമ്മൾ രണ്ടാമത്തെ ലെയറും ഇട്ട് കൊടുക്കാം. ഗരം മസാല kg കൊടുക്കാം. മല്ലിച്ചപ്പ്. നമുക്ക് മൂടി വെക്കാം. ബിരിയാണി റെഡി. ബിരിയാണി റെഡി. ഒരു 5 മിനിറ്റ് നമ്മളെ ബിരിയാണി അവിടെ റെഡി ആക്കണം. അറിയാട്ടെ. ഞാൻ ക്ലീൻ ആക്കാം. നിക്ക പോയി കുളിച്ചു. കിച്ചണൊക്കെ ക്ലീൻ ആക്കി കുളിച്ചു കുട്ടപ്പന്മാരായോ? കുളിച്ച് ടപ്പനായി. നല്ല രസമുണ്ടല്ലോ. ഈ സട്ടളൊക്കെ ഇറങ്ങോളേ. നല്ല ഭംഗിയുണ്ട്. പപ്പ ഓടുന്നല്ലേ? നല്ല രസമുണ്ട്. ഇതിന്റെ ബൂബു 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 നല്ല മഴ പെയ്യടാ. അതിനെ കൊണ്ടൊന്ന് പുറത്തേക്ക് വന്ന ഞാൻ കുട്ട മഴ. ആ മാന്തി പൊളിക്ക. എന്താ തകൃതി. പാവായി അപ്പൊ പാവായി. ബൂബു എന്ത് അത് കാരണം ബൂബൂന്നിടാം. ഇപ്പൊ വലിയ കുട്ടിയായപ്പോ ക്ലീനൊക്കെ ഇട്ടിട്ടാക്കുക. തെങ്ങെല്ലാം വലുതായിട്ടുണ്ടെങ്കിൽ വലിയ ഓലകൾ വന്നു പൈക്കാക്കിക്ക. യോയോ ബൂബു യോയോ ആക്കിക്ക. അപ്പൂസേ എന്താ സുഖം. മഴ കൊണ്ട് പമ്മി കിടക്കും. പമ്മി നടക്കും പമ്മി പോവും. ബുബൂസിന് ചോറ് വേണ്ടേ? എന്താ അവിടെ പരിപാടി? ഷർട്ട് ഇട്ടിട്ടില്ല അല്ലേ? ഇതാണ് ഷെഫ് മോൻ കേട്ടോ. ചോറ് കഴിക്കണ്ടേ ഷെഫ് മോൻ? ഷെഫ് മോൻ ചോറ് കഴിക്കണ്ടേ? ജാസ്മി കുട്ടിയാ നോക്കി നോക്ക്. ജാസിയമ്മയാണ്. എന്നെ കാണാൻ വന്നിക്കേടാ. ഇപ്പൊ വീട് മാറിയിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പൊ ആള് ഉഷാറായി. ഇപ്പൊ നല്ല തീറ്റ. ഫുഡ് കൊടുത്താ അതിന് ടൈം ആയിക്കണല്ലോ. വെള്ളത്തിലിട്ടിട്ടാ കൊടുക്കണേ.
ബുബു എനക്കിതാ ചോറൊക്കെ കൊടുന്നിക്കണല്ലോ. പപ്പൂച്ചേ അമ്മമ്മ വേണ്ടേ? പിന്നെന്തെന്നൊരു ചാടാ എനക്ക്. ഇങ്ങനെ വെക്കാണ്ട് നല്ല അടിപൊളി ബിരിയാണി ഒക്കെ ഉണ്ട്. അന്നത്തെ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇത് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ബൂബു എനിക്ക് അത്ര അങ്ങോട്ട് ഇക്കൊക്കെ എങ്ങനെ ബൂബു ഇഷ്ടായോ? പണ്ടത്തെ കല്യാണ വീട്ടിലത്തെ പോലത്തെ ബിരിയാണി. ഇങ്ങനത്തെ ബിരിയാണി ഇഷ്ടം. ബീഫ് ബിരിയാണി ഉണ്ടോ? അടിപൊളിയാ. നിങ്ങൾ തന്നെ സൂപ്പർ ബിരിയാണി. ഒരു രക്ഷയില്ല. ഭയങ്കര കമ്പനിയല്ലേ വരാതിലെ കമ്പനി. ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്യുന്ന അതിന്റെ ടീഷർട്ട് ഇടണല്ലേക്കാ. ഷഫ്മോനെ ഒന്ന് ഒതുങ്ങി കിടന്നാൽ ഞാൻ ക്യാമറയായിട്ട് വരുന്നുണ്ട്. അപ്പൂസേ ബൂബു ഫംഗസ് ഒന്നും ഉണ്ടാവൂല. രാവിലെ പൗഡറൊക്കെ ഇട്ട് ചീവി വൃത്തിയാക്കി കൊടുക്കും. സ്മെല്ലൊന്നും ഇല്ല അല്ലേ? നല്ല വൃത്തിയുണ്ട്. ഇപ്പൊ നമ്മൾ ഈ ബെഡിൽ ഇങ്ങനെ കിടക്കുമ്പോഴേക്കും ഇഷ്ടമില്ലാത്തവർക്കൊരു ജാതിയക്കാരില്ലേ ഇത് കാണുമ്പോ. സ്മെല്ല് കാര്യങ്ങളൊന്നുമില്ല. കുട്ടികളെ സ്മെല്ല. പിന്നെ ഡെയിലി രാവിലെ അങ്ങനെ പൗഡർ കിട്ടുന്ന ചെയ്ത് കൊടുക്കല്ലേ. കണ്ണടച്ചിട്ട് പറ്റില്ല ഫയർമല്ലേ. പുറമൊക്കെ ജയിച്ചു. നല്ല മഴ പെയ്യുന്നുണ്ട്. ഷഫ്മോന് ഞങ്ങളെ കുഴപ്പി പതിവ് പോലെ പുറത്ത് പോയിട്ടുണ്ട് കേട്ടോ. അതിന് ഉറങ്ങുമ്പോ ഉണ്ടാവും, പിന്നെ ഉണർന്നുണ്ടാവില്ല. ചായക്ക് സ്പെഷ്യൽ കടിയൊന്നുമില്ല കേട്ടോ. നിക്കാക്കോട് വൈകുന്നേരം കടിയൊന്നും കഴിക്കുന്ന ഇഷ്ടമല്ല. ചില ദിവസങ്ങളിൽ ഞങ്ങൾ കടിയൊക്കെ ഉണ്ടാക്കുള്ളൂ. കാരണം ഇന്നിപ്പോ ഉച്ചക്ക് ബിരിയാണിയൊക്കെ അല്ലായിരുന്നു. കഴുകിയാലോ? ഞാൻ ഇറങ്ങിയാലോ മഴയത്ത്? കാറ് കഴുകിയപ്പോഴേ ഇവിടെ ആകെ മണ്ണ് വന്നതാണേ. ഇക്കടെ കാറ് നല്ല മഴ കൊള്ളുന്നുണ്ടോ? എന്താ മഴ എന്നറിയോ? നല്ല മഴ ഉണ്ട്. നല്ല രസല്ലേ? രസത്തിന്റെ ഒപ്പം ചെറിയ പേടിയുണ്ട് കേട്ടോ. അതിപ്പോ എല്ലാവർക്കും ഉള്ളതന്നെ. ക്ലീൻ ആക്കല്ലേ? പപ്പൂസിനെ എടുത്തോണ്ടാലോ? തീരുമാനിച്ചോ? ഞാൻ വരണോ? അപ്പൊ രാവിലെ മുതലുള്ള വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വന്നില്ലേ? ഇതൊക്കെയായിരുന്നു രാവിലത്തെ വിശേഷങ്ങള്. അപ്പോൾ ഷഫ്മോൻ പുറത്ത് വയ്ക്കണം. ഇതാ നമ്മൾ ആളുകൾ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇക്കത് അവിടെ ഇങ്ങനെ ഇന്റർലോക്ക് കഴുകുന്നോണ്ടിരിക്കുകയാണ്. ഇപ്പോഴും മഴ പെയ്യുമ്പോൾ ഇങ്ങനെ പറയും ഇന്റർലോക്ക് കഴുകണം കഴുകണം. ഞാനും പറയും കേട്ടോ. ഇപ്പൊ ഇക്ക പറഞ്ഞു ഇനിയിപ്പൊ ഇതൊക്കെ നനയൂലേ? ഇക്ക പറഞ്ഞു ഇക്ക കഴുകാൻ. ഇക്ക വലിയ കൊടോണ്ട് ഇറങ്ങിയിരിക്കണം. അപ്പൊ ഞാനിന്ന് ഇറങ്ങില്ല. ഇക്കനോട് പഠിപ്പിച്ച് പറഞ്ഞു ഒന്നും പറയും കേട്ടോ. ഇപ്പൊ കട ഇഷ്ടപ്പെട്ടു. എല്ലാരോടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഒന്ന് പറഞ്ഞ പറ സബ്സ്ക്രൈബ് ചെയ്യണം. പൊട്ടിക്കാ പപ്പൂച്ചിനെ കൂട്ടണോ? എടുക്ക മഴ ഉള്ളോ? മഴ ചാറിയ പ്രശ്നമാണ്. ഉള്ളി കടത്താം. പപ്പൂച്ചി ചെയ്യുമ്പോ വന്നാണ് നിങ്ങൾ ഉള്ളി പോയി കിടന്നോളട്ടാ. ഞങ്ങൾ സ്ഥലത്തേക്ക് പോകുകയാണ്. ഉള്ളിക്കൊയ്ക്കാ ഇവിടെ ഇട്ടിട്ട് പോകാൻ പറ്റുക്ക? ഉള്ളിക്കൊയ്ക്ക ഞങ്ങളിപ്പോ വരട്ടോ. പോയിക്കോ ഞങ്ങളിപ്പോ വരാം. വഴുക്കൂട്ടോ.
നല്ല അച്ചാറുണ്ടാക്കാം അല്ലേ? പച്ചമാങ്ങയുടെ ജ്യൂസ് അടിക്കല്ലേ? സപ്പോട്ടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അല്ലേ വലുതൊക്കെ പഴുത്ത് ചാടിയേ. ഒക്കെ ചെറുതുകളാണ്. പഴുത്ത് ചാടുമ്പോഴാണ് ഞങ്ങൾ കാണുക. അതെ അടക്കാപ്പാഴം ഉണ്ടോ വലുത്? ഞങ്ങളിവിടെ ഇങ്ങനെ പ്രദേശമാണ് കേട്ടോ, ഉയർന്ന് താഴ്ന്ന്. ഞാൻ എൻ്റെ ഹോം ടൂറിലൊക്കെ കാണിച്ചിരുന്നു. ഒരു പാറകളും ഒക്കെ ഉള്ള സ്ഥലമാണ്. ഞങ്ങൾക്ക് ഇവിടെ നിന്നിട്ട് വൈൻഡപ്പ് ചെയ്യാലോ ഷെഫ് മോനൊന്നും ഇല്ലാതെ. സപ്പോർട്ടൊക്കെ ചെറുതാട്ടോ. മാങ്ങ അച്ചാറുണ്ടാക്കണം. അപ്പൊ ഞങ്ങൾ ഷെഫ് മോനെ കൂട്ടാതെ ഇപ്പൊ തന്നെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്ന് രാത്രിത്തെ വിശേഷങ്ങളൊക്കെ പിന്നെ അടുത്ത മഴ വരുന്നതിന്റെ മുമ്പ് ഞങ്ങൾ വീഡിയോ വേഗം വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടിപൊളി അച്ചാർ എന്ന് പറഞ്ഞാല് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല കടുകൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ എണ്ണയിലിട്ട് പൊട്ടിച്ചിട്ട് സിമ്പിൾ അച്ചാർ ഉണ്ടാക്കണം. ഉച്ചക്ക് ബിരിയാണിക്ക് ഉണ്ടാക്കണം വിചാരിച്ചാട്ടോ. അപ്പൊ പറ്റി. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.